കവികളും കഥാകാരന്മാരുമൊക്കെ പാടിപ്പുകഴ്ത്തുന്നത് താജ്മഹലിനെ പ്രണയത്തിൻ്റെ സങ്കല്പം എന്നും പ്രണയത്തിൻ്റെ സ്മാരകമെന്നൊക്കെയാണ്. എന്നാൽ വിക്കിപീഡിയ പറയുന്നത് താജ്മഹൽ അഥവാ ക്രൗൺ ഓഫ് പാലസ് എന്നത് ഒരു ഇസ്ലാമിക് ഐവറി വൈറ്റ് മാർബിൾ മ്യൂസിയമാണ്. യമുന നദിയുടെ തീരത്താണത് സ്ഥിതി ചെയ്യുന്നത്. 1631 മുഗൾ എംപററായിട്ടുള്ള ഷാജഹാൻ തൻ്റെ പ്രിയ പത്നി മുംതാസിൻ്റെ സ്മാരകമായിട്ടാണ് മുംതാസ് മഹൽ എന്ന താജ്മഹൽ സ്ഥാപിച്ചത്. ഇവിടെ തന്നെയാണ് ഷാജഹാൻ്റെയും ശവകുടീരമുള്ളത്. താജ്മഹൽ കാണാൻ വന്നേക്കാണേ. അതായത് താജ്മഹൽ കാണാണ്ട് നടക്കുകയാണ്, ഒരു ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ക്ലോക്ക് റൂമിന് ബാഗെല്ലാം വെച്ചിട്ടുണ്ട്. അങ്ങനെ നടന്നു പോട്ടോ. ഇത്രയും നടക്കാനുണ്ടോ, നേരെങ്ങ് കയറി പോയാൽ പോരെ എന്നല്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഷോർട്ട് കട്ടാണ്. അതായത് ഇവിടെ ഒരു ഗൈഡിനെ കൂടെ കൂട്ടുന്നത് എപ്പോഴും ഉചിതമായ കാര്യമാണ്. നല്ല തിരക്കാണ്. തിരക്കെന്ന് പറയുമ്പോൾ ഞങ്ങൾ പോയ സമയത്ത് ഫ്രീ പാസ് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫ്രീ പാസ് കാരണം ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ കയറാനായിട്ട് ഒരു ഗൈഡിൻ്റെ സഹായത്തോടെ ഒരു ഷോർട്ട് കട്ട് പിടിച്ച് പോകുന്നതാണ് ഈ കാണുന്നത്. ഒരു ഷോർട്ട് കട്ട് വഴി കൊണ്ടുപോകണേ. കുറേ ദൂരം ഉണ്ട് തോന്നുന്നുണ്ട്. ഇലക്ട്രിക് റിക്ഷകൾ പോകുന്നുണ്ട്. വലിയ വൃത്തിയൊന്നുമില്ല സൈഡിലൊന്നും. പടലമ്പാണ് ഉണ്ടോ. ഓയോ റൂംസൊക്കെ കാണാത്. താജ്മഹലിൻ്റെ പിന്നാമ്പുറ കാഴ്ചകൾ എന്ന് പറയുന്ന കാര്യം ഞങ്ങൾ പിന്നിലൂടെയാണ് പോയത് എന്നുകൊണ്ട് തന്നെയാണ്. അതായത് താജ്മഹൽ കാണുന്ന വൃത്തിയൊന്നും പരിസരത്തില്ല. വൃത്തിയുടെ ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു രൂപത്തിൽ മാത്രമേ വശങ്ങളിൽ ഡേർട്ടിയാണ് എന്നതാണ്. ഇത് ഇവിടുത്തെ മാർക്കറ്റാണോ, മാർക്കറ്റിനകത്തൂടെ പോണത്. ഗൈഡ് പറഞ്ഞത് കൃത്യം 45 മിനിറ്റിൽ ഞങ്ങൾ നിങ്ങളെ ഈ ഒരു താജ്മഹൽ കാണിച്ച് തിരിച്ചു കൊണ്ടുവരുമെന്നാണ്. അപ്പോൾ അതും കണ്ട് അങ്ങ് പോവുകയാണ്. പൈസ മേടിച്ചത് 600 രൂപ. നടന്ന് എവിടെ എത്തി? ഈസ്റ്റ് ഗേറ്റ് ആണത്. ഈസ്റ്റ് ഗേറ്റ്, താജ്മഹൽ ഈസ്റ്റ് ഗേറ്റ്. ഒരു വേള എനിക്ക് തോന്നി പറഞ്ഞു പറ്റി ഞങ്ങൾ കൊണ്ടുപോവുകയാണെന്ന്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ഗൈഡ് ഉണ്ടെങ്കിലേ എളുപ്പത്തിൽ കിടക്കാന്ന് പറഞ്ഞിട്ട്. Okay. Yeah, telling the bag is not allowed. തീർത്തും തിരക്കുള്ള പരിസരമായതുകൊണ്ട് തന്നെ നാനോയിൽ ബാഗ് വയ്ക്കാൻ മടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ക്ലോക്ക് റൂം എടുത്താണ് ബാഗെല്ലാം വെച്ചത്. ലാപ്ടോപ്പും ക്യാമറയൊക്കെ ഉണ്ടല്ലോ. ഇവിടെ വിമാനത്താവളത്തിലിതുപോലെ സെക്യൂരിറ്റി ചെക്കുമുണ്ട്. അങ്ങനെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് അകത്ത് കേട്ടോ. ഇവിടെ പല സ്ഥലത്തും വീഡിയോ അലൗഡ് അല്ല. ഉള്ള സ്ഥലത്ത് എടുക്കാം. വീഡിയോ ക്യാമറയും പറ്റില്ല. നമ്മൾ നടന്നു വരുന്ന മൊബൈലായിട്ടാണ് കേട്ടോ. നല്ല തിക്കുന്നവരുണ്ടോ. ഒരു വിധം അകത്ത് കയറി. മുൻപ് പോയ പലയിടങ്ങളിലെയും പോലെ ഇവിടെയും ക്യാമറ അലൗഡ് അല്ല. മൊബൈൽ ഫോൺ തന്നെ രക്ഷ. എന്തായാലും വിഷ്വൽസ് കിട്ടുന്നുണ്ട്. 675 കൊടുത്ത ഗൈഡ് വരും. ഗൈഡ് വരും നല്ല നമുക്ക് എളുപ്പത്തിൽ കയറാനാണ്. അത് ക്യൂ ഒക്കെ ഭയങ്കര വലുതാണ്. ഗൈഡ് അദ്ദേഹത്തിൻ്റെ ജോലി തുടങ്ങി. ഈ ഒരു ഇഷ്ടിക കണ്ടില്ലേ? ഈ ഒരു ഇഷ്ടിക ചുവരിന് മുകളിലാണ് അത്രേ മാർബിൾ ഉള്ളത്. ഇതാണ് എൻട്രൻസ് താജ്മഹൽ അല്ലേ? ഇതാണ് മെയിൻ ഗേറ്റ് തമ്മിലുള്ള ഒരു ദൂരം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് മെയിൻ ഗേറ്റിലൂടെ വന്നാലും നമുക്ക് ഇവിടെ തന്നെ എത്താൻ പറ്റും. പക്ഷേ തിരിച്ചു പോകുമ്പോൾ നമുക്ക് അത്രയും ചുറ്റി വളഞ്ഞ് പോകേണ്ട കാര്യമില്ല. നേരെ എക്സിറ്റ് വഴി അങ്ങ് പോവുകയും ചെയ്യാം. അതായത് പുള്ളി ഒരു എളുപ്പ വഴിയിലൂടെ നമ്മളെ അകത്ത് കയറ്റിയതാണെന്ന് അർത്ഥം. അങ്ങനെ നമ്മൾ താജ്മഹൽ കാണുകയാണേ. ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് വീഡിയോ പറ്റില്ല. അതായത് ഭയങ്കര പ്രശ്നമാണ്. ഇവിടെ വൻ ക്രൗഡാണ്. ഇന്നത്തെ ദിവസം എനിക്ക് തോന്നുന്നു ആ ഒരു തിരക്കും കൂടി ആണോടെ. ഇവിടെ ഒരു പ്ലേസ് ഉണ്ട്. ആ പ്ലേസിൽ മാത്രമേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടോ? താജ്മഹലിന് വല്ലാത്തൊരു വശ്യതയുണ്ട്. വെയിലത്ത് ഇങ്ങനെ വെട്ടിത്തിളങ്ങി നിൽക്കുമ്പോൾ തീർത്തും ആ ഒരു ചൂട് കൂടി നമുക്ക് ഫീൽ ചെയ്യുമെന്നുള്ളതാണ്. ഇനി നിലത്ത് വിരിച്ച ആ ഒരു ടൈൽസിനിടയിലൂടെ ആ ഒരു ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ട്. അതായത് തീർത്തും ഒട്ടിച്ചുവെച്ച പോലെ തന്നെയാണ്. വെള്ളം പോകാൻ തീർത്തും ഒരു സ്ഥലം വേണം. അതെല്ലാം കൃത്യമായി ചെയ്ത് ആ ഒരു വൃത്തിയായിട്ട് എല്ലാ കാര്യങ്ങളും അന്നത്തെ കാലത്ത് എങ്ങനെ ചെയ്തു എന്നുള്ളത് തീർത്തും ഒരു അത്ഭുതമാണ്. താജ്മഹൽ കണ്ടു തീർത്തോ? താജ്മഹൽ കണ്ടു തീർത്തു. ഗൈഡ് പറഞ്ഞ കാര്യമാണ്. നമ്മൾ ക്യൂ നിന്ന് കാണുന്ന ആ ഒരു ടോംബ്, ആ ഒരു ശവകുടീരം എന്ന് പറയുന്നത് കാണിച്ചു തരുന്നത് ഫേക്കാണ് അത്രേ. അതായത് ഏറ്റവും താഴെയുള്ള ഒറിജിനൽ ആരെയും കാണിക്കുന്നില്ല എന്നാണ് ഗൈഡ് പറഞ്ഞത്. അത് അങ്ങനെയാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്തായാലും നടന്ന് കാണാൻ ഒരുപാടുണ്ട്. ശരിക്കും ഇവിടെ വരുമ്പോഴേ താജ്മഹൽ കാണാനായിട്ടൊരു ഗൈഡിനെ ഇവിടെ കൊണ്ടുവന്നല്ല, ഗൈഡിനെ എടുക്കുന്നതല്ല. കാരണം അവർക്കറിയാം എവിടെയൊക്കെ കാണണം, എവിടെയൊക്കെ ഫോട്ടോ എടുക്കണം, എങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കാന്നുള്ള പറയാം. പിന്നെ ചരിത്രം അറിയും എന്താണ് ഇതിൻ്റെ കാര്യം എന്നുള്ളത്. ഇവിടെ അവർ പറയുന്ന പ്രകാരമാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഷാജഹാൻ്റെയും മുംതാസിൻ്റെ ഒരു ശവകുടീരം ഉണ്ടല്ലോ, അത് താഴെയാണ്, നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ വിസിറ്റേഴ്സിന് വേണ്ടി ഒരെണ്ണം ഇവിടെ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പറഞ്ഞൊരു കാര്യം, ഇവിടെ ആ ഒരു മാർബിളിനൊക്കെ, അതായത് പെണ്ണുങ്ങൾ മേക്കപ്പ് ഇടുന്ന പോലെ ക്ലേ വെച്ചിട്ട് അത് ക്ലീൻ ചെയ്യാറുണ്ട്. അങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ ആ വെളുപ്പ് ഇങ്ങനെ, അതായത് തിളക്കം ഇങ്ങനെ നിൽക്കാൻ വേണ്ടി. കൂടാതെ കല്ലുകളും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. രാത്രി തിളങ്ങുന്നതിനൊക്കെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ശരിക്കും ഒന്ന് വന്ന് കാണേണ്ട താല്പര്യമാണ്. വീഡിയോഗ്രാഫി പറ്റാത്തതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റില്ല. സ്റ്റിൽ കണ്ടത് മനോഹരം, കാണാത്ത അതിമനോഹരം എന്നല്ലേ. ആഗസ്റ്റ് 5 മുതൽ ഇവിടെ ടിക്കറ്റ് ഫ്രീ ആണെന്ന് പറയുന്നത്.
അപ്പോൾ അതുകൊണ്ട് പിന്നെ അതുകൊണ്ട് ഒരു തിരക്കുണ്ട്. അല്ലെങ്കിൽ 250 രൂപ അങ്ങനെ ടിക്കറ്റ്. ഇപ്പോൾ ആഗസ്റ്റ് 5 മുതൽ ആഗസ്റ്റ് 20 വരെ അങ്ങനെ ചില പ്രത്യേക ശരിക്കും ചുവന്ന ബ്രിക്കും ആ ഒരു മാർബിളിൻ്റെ കളറും ഒന്നും പറയല്ലേ. അങ്ങനെ 1 മണിക്കൂറിൽ താജ്മഹൽ കണ്ടുള്ളൂ. 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ ശരിക്കും നല്ല വെയിലാട്ടോ. ആ തണുപ്പും ആ ആൾട്ടിലൂടെ ഇറങ്ങി വന്നിട്ട് ഇവിടെ എത്തിയിട്ട് ഇങ്ങനെ നടന്ന് കാണുമ്പോൾ ശരിക്കും നല്ല ടയർഡാണ്. പക്ഷേ അതിനകത്ത് കയറി കഴിഞ്ഞാൽ ബ്യൂട്ടി ഈസ് റിവാർഡ്. അതായത് നമുക്ക് കാഴ്ച കാണാൻ നല്ല രസമാണ്. അപ്പം ഫെമിനിൻ എന്ന് പറയുന്ന കാര്യം ഞാൻ പറഞ്ഞില്ല, ആ ഒരു എന്താ പറയുക മിനി താജ് പോയപ്പോൾ അതിൻ്റെ ഒരു 3 ഇരട്ടി അല്ലെങ്കിൽ 4 ഇരട്ടി ഭംഗിയുണ്ട്. പിന്നെ നല്ല വെയിലായിട്ട് കാണാൻ നല്ല തിളക്കമൊക്കെ ഉണ്ട്. അതുമാത്രമല്ല ചരിത്രം പറഞ്ഞാലും ഇപ്പോൾ ഷാജഹാൻ അദ്ദേഹത്തിൻ്റെ 3ാമത്തെ ഭാര്യ, 3ാമത്തെ ഒഫീഷ്യൽ വൈഫായിട്ടുള്ള മുംതാസിൻ്റെ ഓർമ്മയ്ക്കായിട്ട് പണിത ഒരു സൗധമാണ് ആ ഒരു താജ്മഹൽ, അല്ലെങ്കിൽ എന്താ പറയുക മുംതാസ് മഹൽ എന്ന് പറയുന്നത്. കുത്തബ് മിനാറിനേക്കാൾ ഒരു ഇത്തിരി വലിപ്പം കൂടുതലുണ്ട്. നമ്മൾ ഏതൊരു സിനിമയിൽ എനിക്ക് ജയറാമിൻ്റെ ലാലിൻ്റെ സിനിമയിൽ ഒരു കോടീശ്വരൻ ചോദ്യത്തിൽ ഉത്തരം പറഞ്ഞാൽ ഞെട്ടിപ്പോകുന്നില്ലേ, അങ്ങനെ കണ്ടു, താജ്മഹൽ കണ്ടു. ശരിക്കും ആഗ്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് താജ്മഹൽ കാണാമെന്ന് പറയുമ്പോൾ ശരിക്കും ഒരു സുഖമുണ്ട്. കാരണം നമ്മൾ കാണാൻ വേണ്ടി കാത്തിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും ഒന്ന് വരേണ്ട സ്ഥലം തന്നെയാണ് താജ്മഹൽ, ഒന്നും പറയില്ല. അപ്പോൾ എനിക്ക് കിട്ടിയ വിഷ്വൽസും കിട്ടിയ ഫോട്ടോസും എൻ്റെ കൂടെ കാണിക്കാം. എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. ഇനിയിപ്പോൾ ഒരു സാരി മാർക്കറ്റ് എന്ന് തോന്നുന്നു, ആ ഒരു മാർക്കറ്റ് കൂടി കാണാം. അതിനുശേഷം നമ്മൾ പോവുകയാണ് ഹൈദരാബാദ് രാമോജി ഫിലിം.